എൻ്റെ ടോപ്പ് 5 എന്ന് പറഞ്ഞാൽ ഞാൻ പാടിയ പാട്ടുകൾ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആദ്യം തന്നെ പറയുകയാണ്. എനിക്കിഷ്ടമുള്ള ടോപ്പ് 5 വളരെ ഡിഫിക്കൽട്ടാണ് ടു ചൂസ്. മൈ ഓൾ ടൈം ഫേവറേറ്റ് സിംഗർ, വെദർ ഇറ്റ് ഈസ് ക്ലാസിക്കൽ, ലൈറ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്, മൈ ഓൾ ടൈം ഫേവറേറ്റ് സിംഗർ ഇസ് കിഷോർ കുമാർ. ആൻഡ് മൈ ഓൾ ടൈം ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ഇസ് R.D. Burman. അപ്പോൾ my top 5, the topmost is always that combination. That is the Kishore R.D. combination, and there are innumerable songs. ഒരുപാട് പാട്ടുകളുണ്ട്. तुम बिन जाऊं कहाँ कि दुनिया में आके, और रिम झिम गिर सावन मेरे नैना. So many songs are there, you know. Just not, the list is endless. Oh mere dil ke chain. I can keep going on and on. But ഏതെങ്കിലും ഒരു പാട്ട് പറയുകയാണെങ്കിൽ അതുപോലും പറയാൻ പറ്റില്ല. ബിക്കോസ് അമർ പ്രേമിൽ മേ ബി ചിങ്കാരി ഓർ കുച്ച് തോ ലോഗ് കഹെംഗെ ഓർ ഏ ക്യാ ഹുവ, വൺ ഓഫ് ദം. ബിക്കോസ് അത് R.D. കിഷോറിൻ്റെ ഒരു, ഇറ്റ്സ് എൻ അമേസിങ് കോമ്പിനേഷൻ. And it is also that particular scene, the way it is, those Calcutta കാണിച്ച ഒരു ഭംഗിയുണ്ട്. മറ്റേ whatever you call it, the wharf or whatever it is. It's so beautiful, the waterfront. And maybe चिंगारी कोई भड़के तो सावन उसे बुझाए, सावन जो अगन लगाए उसे कौन बचाए, कौन बुझाए, क्या it's a classic. It's beautiful to watch that song also. So please watch it. This is my top favorite. ലതാജിയുടെ ഏത് പാട്ടെടുക്കണം എന്ന് ആർക്കും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അത്രയും ഷി ഹാസ് സങ് ദ ബെസ്റ്റ് സോങ്സ് ഫോർ ഓൾ ദ മ്യൂസിക് ഡയറക്ടേഴ്സ്. അപ്പോൾ എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. സോ മേ ബി ഫോർ ദ വേ ഇറ്റ് ഇസ് പിക്ചറൈസ്ഡ് ആൻഡ് ദ വേ, ബിക്കോസ് അന്നത്തെ കാലത്ത് പാട്ടുകളൊക്കെ അത്രയ്ക്കും ദ ഇമോഷൻസിനും പ്രാധാന്യമാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഡാൻസിനും ബോഡി മൂവ്മെൻറ്റ്സിനും ക്ലീവേജിനും അല്ല. ഇറ്റ് ഈസ് ദ ഇമോഷൻ ഓഫ് ദ സോങ്. ആൻഡ് മദൻ മോഹൻ്റെ ദിസ് ഇമോർട്ടൽ കോമ്പോസിഷൻ ഇസ് ദെയർ, ലൈക്ക് ആപ്കീ നസറോं ने समझा प्यार की काबिल मुझे. This one and only Lata ji, the way she has sung, the way it is picturized on Malasana, I think it is so delightful that you can keep watching it and keep listening to it. അത് കഴിഞ്ഞാൽ തന്നെ ഈ ഫിലിം മ്യൂസിക്കിൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ബാബുരാജിനെ വളരെ ഇഷ്ടമാണ് എനിക്ക്. ബാബുരാജ് സാറിൻ്റെ ഇന്നലെ മയങ്ങുമ്പോൾ, അങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. ബട്ട് ഹൂ ഐ വോണ്ട് ടു ടോക്ക് ടു ഇസ് ഈ മ്യൂസിക് എങ്ങനെയാണ് ഇപ്പോൾ R.D. ബർമനെ പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മ്യൂസിക്, ദ വേ ഇറ്റ് ഇസ് ഡൺ, വേ ഇറ്റ് ഇസ് കമ്പോസ്ഡ് ആൻഡ് ഓർക്കസ്ട്രേറ്റഡ്, എസ്പെഷ്യലി ഓർക്കസ്ട്രേഷൻ. ഈ ഓർക്കസ്ട്രേഷൻ എന്നുള്ള കാര്യം ശരിക്കും വെസ്റ്റേൺ സിംഫണിയൊക്കെ എന്നെപ്പോലെ ഒരു വിവരമില്ലാത്ത ആൾക്കാർക്ക് പഠിപ്പിച്ചു തന്നത് ഇളയരാജ തന്നെയാണ്. ഇളയരാജ സാറിനെ പോലെ ഒരു ജീനിയസ് മേ ബി they'll come once in 100 years. So Raja sir, I'm a crazy fan of his. The work that he did in the late 70s and 80s is unbeatable. ഓരോ പാട്ടുകൾ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ തന്നെ അത്രയും ഒരു രോമാഞ്ചം നമ്മൾ കൊള്ളാറുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും ഈവൻ നൗ when we hear those songs, it's not just nostalgia, it's the music that takes you to, transports you to heaven sometimes. സോ രാജാ സാറിൻ്റെ ഏത് പാട്ട്, ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. ആൻഡ് കമലഹാസൻ്റെ one of the most memorable roles is മൂൺറാം പിറൈ. ആൻഡ് അതിൽ
that song is so exquisitely sung by Dasetan, and the orchestration is just unbelievable ആ പാട്ടിൽ. അത് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സിന്ധു ഭൈരവിൽ അങ്ങനെ ഒരു ഓർക്കസ്ട്രേഷൻ ഇസ് ജസ്റ്റ് you just can't think of how the man, how he orchestrated that score. I'm talking about പൂങ്കാറ്റ് പുതിതാനത് പാപ്പാറ് പുതുവാഴ്വ്. ഇതിൻ്റെ BGMs ഒക്കെ it is just unbelievable. What to say about it? Just listen to it, just see it and enjoy. മലയാളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടർ എങ്ങനെ പറഞ്ഞാലും ഇറ്റ് ഇസ് ഓൺലി ബാബുരാജ്. ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. ദാസേട്ടൻ എല്ലാവർക്കും വേണ്ടി പ്രോബബ്ലി ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെയിൽ വോയിസസ് that was born ever. ഒരുപാട് എത്രയോ പാട്ടുകൾ പാടിക്കഴിഞ്ഞതിന് ശേഷം he sang this amazing song for this amazing music director called Ravindran Master. പ്രമദവനം. ഈ പാട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ പാട്ട് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തതെന്ന്. അത്രയ്ക്കും അസാധ്യമായിട്ടാണ് പാടിയിരിക്കുന്നത്. ഇങ്ങനെ ആർക്കും പാടാൻ പറ്റില്ല. ഗാനമേളയിൽ എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്ത് പാടുന്നുണ്ട്. All that is fine, but it is what Dasetan has sung in the original is just mind-boggling. Nobody can ever replicate that. Nobody can ever sing like that. Nobody. That our part, it is like saying that, yeah, now you people, all you people, bachas, come, start singing. What do you call it? That command in his voice. It's just unbelievable. It's like a forest. And of course, Ravindran Master's music. This song is probably one of the ultimate songs in Malayalam film music. His Highness Abdullah and Mohanlal's acting. ഈ പാട്ടിൽ അതെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. When you see him sing, you think he is singing. അത്രയ്ക്കും. So it's a combination of all these great forces together. Mohanlal, Yeshudas, Ravindran. So great song. Number 5 എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് അതൊന്നുള്ളതല്ല. Number 1 is always Kishore R.D. പിന്നെ ബാക്കിയുള്ള 4 ഈക്വലാണ്. So the last song that I'm going to talk about, അത് ലാസ്റ്റ് സോങ് അല്ല, ഈ ലിസ്റ്റിൽ ലാസ്റ്റ് അല്ല, എന്നാലും ഇറ്റ്സ് ഈക്വൽ ടു ദി other 4 or other 3, and it's about my mentor and a person who I deeply adore, A.R. Rahman. റഹ്മാൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് എന്താ പറയുക, each time he surprises you, he never ceases to amaze you. I don't know why. ഇതൊക്കെ ഈ സ്റ്റൈല് ഇതുപോലെ ഈ പുതിയൊരു സ്റ്റൈൽ ഇറക്കിയാൽ അതുപോലെ വേറൊരാൾ അതുപോലെ ചെയ്ത് കോപ്പി അടിച്ച് ഇറക്കും. So now you think, what is Rahman going to do next? He'll create another style. He's constantly reinventing himself, and even today. ഞാൻ പറയുന്നത് 92 when Roja came, when we heard Chinna Chinna Asai, we were just bowled over because it was so new. ഞാനൊക്കെ കേട്ട് ഞാൻ രാജാ സാറിൻ്റെ വലിയ ഫാനായിട്ട് ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു he will be another force to reckon with. No, I was so sure about it. That's why I went and met him. അപ്പോൾ റഹ്മാൻ്റെ ഏത് പാട്ടുകളാണ് എടുക്കേണ്ടതെന്ന് ആർക്കും nobody can. You cannot pick one song from all the gems that he has given us. But there's another favorite singer of mine, Hariharan. എനിക്ക് 1978 ഗമനിൽ അജീബ് സാനിഹ അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയം തൊട്ട്. ബട്ട് ഹി നെവർ ഗോട്ട് എ ബ്രേക്ക്. ബട്ട് വെൻ ഹി ഗോട്ട് എ ബ്രേക്ക് ഇൻ 95 ത്രൂ റഹ്മാൻ, വാട്ട് എ സോങ് റഹ്മാൻ ഗേവ് ഹിം. That combination of Rahman and Hariharan in that song, Uire, is again
ദ പാഷൻ ഇൻ ദറ്റ് സോങ് ഐ ഡോണ്ട് തിങ്ക് ഇന്ത്യൻ ഫിലിംസിൽ അങ്ങനെ ഒരു പാഷനേറ്റായിട്ടൊരു പാട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയ്ക്കും ഒരു ഔട്ട് ബ്രേക്ക് ഓഫ് പാഷനായിരുന്നു അത്. ആൻഡ് ദ വേ ഇറ്റ് ഇസ് പിക്ചറൈസ്ഡ് ബൈ മണി സർ, മണിരത്നം, ആൻഡ് സിനിമാറ്റോഗ്രാഫി ബൈ രാജീവ് മേനൻ. കേരളം അത്ര മനോഹരമായിട്ട്, കാസർഗോഡോടെയാണ് അത് എടുത്തെന്ന് തോന്നുന്നത്. ആ പാട്ട് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇപ്പോഴും ആ സെയിം ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ദ ഫസ്റ്റ് ടൈം ഞാൻ ആ സ്റ്റുഡിയോയിൽ വെച്ച് പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇറ്റ് വാസ് വാട്ട് ആൻ എക്സ്പീരിയൻസ് ഇറ്റ് വാസ്. ഈവൻ നൗ ഐ എൻജോയ് ദ സോങ് സോ മച്ച്. ഐ തിങ്ക് that is the song that I'll choose for the top 5.